ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ തക്കാളി കറിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തിൻ്റെ കൂടെയും സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലേക്കും കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ തക്കാളിക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്, അതിൻ്റെ പേരിലാണ് നല്ലെണ്ണ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഓയിലായാലും മതിയാവും. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കടുകാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി ചേർക്കുകയാണ്. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉഴുന്നാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്ന് എടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം വെളുത്തുള്ളി ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വെളുത്തുള്ളി കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു 2 പച്ചമുളക് നീളത്തിൽ വരഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. ഇനി അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ചെറിയ സവാളയിൽ 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ 1 തന്നെ മതിയാവും. അപ്പോൾ ഈ 2 സവാളയും നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ സവാളയും ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഒരു 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന ടൈമിലേക്ക് നമ്മളിതിലേക്ക് വെള്ളം ഒന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. തക്കാളി തന്നെ നല്ലതുപോലെ വെള്ളം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ വെന്തിട്ട് കിട്ടുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. നമ്മളിതിപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയിലുള്ള വെള്ളമാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു അളവിലാകുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി ഫസ്റ്റ് നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കണുള്ളൂ, കാരണം കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളതിൻ്റെ പേരിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. അപ്പോൾ അതും ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. നമുക്ക് എത്രത്തോളമാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിത് വെച്ചിരുന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കറിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അത്രയും കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തക്കാളി കറിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെയും ദോശയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും, ഉറപ്പായിട്ട് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.